Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. എവിടെ അന്വേഷിക്കും? എവിടെ പോയി കണ്ടുപിടിക്കും? ഭൂമിയിലൊന്ന് നോക്കാം. ആരുമായി മാച്ചാവുന്നില്ല. എവിടെയായിരിക്കും? എവിടെയാണവർ? ഇല്ല, ഇയാളല്ല, ഇതുമല്ല. ഇവരുമല്ല. എവിടെയെന്ന് വെച്ചാൽ അന്വേഷിക്കാം. എവിടെ പോവും? ഇവൻ തന്നെ. എടാ, നീ എന്തായി കാണിക്കുന്നേ? ആ, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ചിച്ചി, ഓപ്പോ, ഇല്ലില്ല, ഇതുമല്ല. എടാ, ഒന്ന് നിന്നേ. നീ എന്താ സണ്ണിയെ വന്ന് കളിയാക്കുകയാണോ? ചീച്ചി പോപ്പോ അല്ല, നിന്നെ ഞാനൊന്ന് പോംപോം പി ആക്കി തരാടാ. രക്ഷപ്പെടണം. നിക്കടാ, നിക്കാൻ. എന്താ ചെയ്യാ? മരത്തിൽ കയറുക തന്നെ. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നീ ഇനിയിപ്പൊ പറന്ന് റോക്കറ്റ് ആയാലും നിന്നെ ഞാൻ വിടില്ല. നീ എവിടെ പോയാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലടാ. നിക്കടാ അവിടെ. എടാ, ഒന്ന് രക്ഷിച്ചിട്ട് പോ. ഞാൻ ഇവിടെ കുടുങ്ങി. എവിടെ പോയി അന്വേഷിക്കും? ഈ ശബ്ദം എവിടുന്ന വരുന്നേ? ഇതെങ്കിലും മാച്ച് ആവുമെന്ന് നോക്കാം. കൊള്ളാം, മാച്ച് ആയല്ലോ. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതുകൊണ്ട് പോലീസുകാർ പിടിച്ചു. ഗുസ്തിയിൽ ഹണീദ ബണ്ണിയെ തോപ്പിച്ചു. കൈയടിക്ക്. അതെ, നിങ്ങൾ റെഫറി ഓഡിയൻസ് അല്ല. വിസിലടിച്ച റൗണ്ട് അവസാനിപ്പിക്ക. വേഗം.
സന്ധ്യയ്ക്ക് തനിയെ പോയ പെണ്ണിന്റെ മാല മോഷ്ടിച്ച് കള്ളൻ മായയായി. വ്യായാമം നിർത്തി എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. കൈയടിക്ക. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഓ, അതേ ശക്തി, അതേ ബലം. ഞങ്ങള് രക്ഷപ്പെട്ടു. ഞാൻ വന്ന കാര്യം സഫലമായി. ഹലോ, നിങ്ങൾ ആരാണ്? ഞാൻ ആരോ? അത് തന്നെയാണോ ചോദിക്കുന്നത്? താൻ ആരുവാ? അത് തന്നെയാ പറഞ്ഞത്. ഞാൻ ആരോ. എനിക്കെന്തോ ഇവന്റെ ഓർമ്മയെല്ലാം പോയെന്നാ തോന്നുന്നത്. അല്ലല്ല, എന്റെ പേര് ഞാൻ ആരോ എന്നാണ്. ഞാനൊരു ഏലിയനാണ്. ഞങ്ങളെ മണ്ടനാക്കാൻ നോക്കണ്ട. ഞങ്ങൾ ഇതിനു മുൻപും ഏലിയൻസിനെ കണ്ടിട്ടുണ്ട് സർ. അതെ, നിന്റെ രൂപം ഞങ്ങൾ കണ്ട ഏലിയൻസിന്റെ രൂപത്തിലല്ല. അത് ശരി. നിങ്ങളെയും കന്നാ സാറിനെയും കാണാൻ ഒന്നുപോലെയാണോ? ഇല്ല. അതുപോലെയാ. ഓരോ ഗ്രഹത്തിലും ജീവിക്കുന്നവരുടെ രൂപം വെവ്വേറെ ആയിരിക്കും. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ? നമുക്കെന്തായാലും ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം ബണ്ണി. എന്റെ കയ്യിൽ യുഎഫ്ഒ ഉണ്ട്. എനിക്ക് തനിച്ചു വരാൻ കഴിയും. അടിച്ചു പൊളിച്ചു തിമിർത്തു. നിനക്ക് തനിച്ചു പോവാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളുടെ സഹായം തേടി വന്നത്? കാരണം ഞങ്ങളുടെ ഗ്രഹത്തില് ദോസവും അവരുടെ സഖാക്കളും ഞങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുക. നല്ലത്. നീ ഒരു കാര്യം ചെയ്യേ, ഏതെങ്കിലും പുലിയോ അല്ലെങ്കിൽ സിംഹത്തെ കൊണ്ടുപോ. ഞങ്ങൾ വന്ന് എന്ത് ചെയ്യാനാ? നിങ്ങളെ കൊണ്ടേ അത് ചെയ്യാൻ പറ്റൂ. വീർ പോപ്പോയും പിന്നെ വീർ ചീച്ചിയും. മുൻപൊരിക്കലും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എടോ, ആരാണ് ഇവിടെ പോപ്പോ, ആരാ ഇവിടെ ചേച്ചി? ഇവർ രണ്ടുപേരും തന്നെ. ഞങ്ങളുടെ ഗ്രഹത്തില് ഇവരുടെ ശില്പങ്ങളുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ സൂപ്പർ ഹീറോസ് ആണ്. കൊച്ചളിയ, നമ്മൾ സൂപ്പർ ഹീറോ ആത്രേ. നമുക്കൊരു സഹായിക്കാന്നേ. എടാ, എന്നാലും മതി. ഒരിക്കൽ ഞാൻ ഒരു കാര്യം കമ്മിറ്റ് ചെയ്താ പിന്നെ തത്തയെന്നല്ല പഞ്ചവർണ്ണക്കിളി പറഞ്ഞാലും കേക്കില്ല. വരണം പ്ലീസ്. ഞങ്ങളുടെ ഗ്രഹത്തിൽ എല്ലാവരും വളരെ സങ്കടത്തിലാണ്. ദിവസവും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ പേടിയോടെ ജീവിക്കുന്നത്. ശരി, വാ, ഞങ്ങൾ തയ്യാറാണ്. ആ, എന്നാ പോവാം. പോപ്പോ ചീച്ചി ജയിക്കട്ടെ. പോപ്പോ ചീച്ചി ജയിക്കട്ടെ. പോപ്പോ ചീച്ചി ജയിക്കട്ടെ. കലക്കി. ഹേ. അങ്ങനെയല്ല, അകത്ത് കയറി നമുക്ക് പോവാം. എന്റെ അമ്മച്ചി, അമ്മച്ചി രക്ഷിക്കണേ. ഉം. കൊച്ചളിയ രക്ഷിക്ക്. ഇത് കൊള്ളാലോ, പിയാനോ. കിറ്റിക്ക് പിയാനോ വളരെ ഇഷ്ടമാണ്. ആഹാ. നീ ആളെ കൊല്ലാൻ നോക്കണോ? നിർത്തടാ. എടാ, നിന്നെ ഞാൻ മതിയാക്കാനാ പറഞ്ഞ. കൊള്ളാം, പിയാനോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വൗ. കൊച്ചളിയ, ഞാൻ പിയാനോ വായിക്കുന്നത് കണ്ടിട്ട് നിങ്ങളെല്ലാരും മയങ്ങിപ്പോയല്ലേ?
ഇപ്പൊ ശരിയാക്കി തരടാ. യ്യോ. ഒരു നല്ല കലാകാരനോട് ഇത്രയും അസൂയ നിനക്ക് പാടില്ല. എടാ, നിന്നെ നിക്കവിടെ നിക്കാൻ. ഒന്ന് നിൽക്ക്. നിക്കാൻ. ഞാൻ പറയുന്നത് കേക്ക്. Time, please. എടാ, ഇത് പിയാന അല്ല, UFO ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വിച്ചുകളാണ്. നിങ്ങളുടെ കളിയൊന്നും ഇതിന്റെ അടുത്ത് വേണ്ട, മനസ്സിലായോ? അതെ, ഇത് റിപ്പയർ ആയാൽ നമ്മൾ ജീവിതകാലം മുഴുവനും അന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കേണ്ടി വരും. നിങ്ങളാണ് ദോസോങ്ങിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ശരി, ദോസോങ് ആരാണ്? ഏലിയനാ. ഞങ്ങളുടെ ഗ്രഹത്തിലുള്ള എല്ലാ ജീവികളെയും അവൻ ശല്യം ചെയ്യുകയാ. അവൻ ഒരുത്തൻ ഒരു ഗ്രഹത്തിന് തന്നെ ശല്യം ഉണ്ടാക്കുന്നോ? അത് എങ്ങനെയാണ് സാധിക്കുക? ഞങ്ങളിൽ ആരും ഒരിക്കലും കള്ളം പറയില്ല. എങ്ങനെ എപ്പോഴും സത്യം മാത്രം പറയാൻ കഴിയും? ആരെങ്കിലും എപ്പോഴെങ്കിലും കള്ളം പറയില്ലേ? ഞാൻ ആരോ അയാളുടെ പേരാ. അയാള് പറയുന്നത് അയാള് കള്ളം പറയില്ലെന്നാ. അതൊക്കെ പോട്ടെ, ആ വില്ലനെ കാണാൻ എങ്ങനെ ഇരിക്കും? നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നത്, നേരിട്ട് തന്നെ കണ്ടോ. ഞങ്ങളുടെ ഗ്രഹത്തില് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ല, നിങ്ങൾ തന്നെ ബാലൻസ് ചെയ്തോ. എന്തായാലും അടിപൊളി തന്നെ. എടോ, താൻ എന്തുവായി അണിയിച്ചിരിക്കുന്നത്? ഇത് ആന്റി ഗ്രാവിറ്റി ബെൽറ്റ് ആണ്. ഇത് ജോജോ ആണ് കണ്ടുപിടിച്ചത്. ഇത് ധരിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ജോജോ പറയുന്നത് ഇത് എപ്പോഴും ധരിക്കണമെന്നാണ്. അല്ല, ഈ ജോജോ എന്ന് പറയുന്ന ആരാണ് സർ? ജോജോ ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. പറക്കുന്നതാ എനിക്കിഷ്ടം. എനിക്ക് ബെൽറ്റ് വേണ്ട. പെട്ടെന്ന് തന്നെ ബട്ടൺ ഓൺ ചെയ്യ്. എന്റെ പുറം പൊളിഞ്ഞു. കൊച്ചളിയ, ഇത് ഡയമണ്ട് ആണ്. കഴുതേ, ഡയമണ്ട് മണ്ണിൽ ഇങ്ങനെ മുളച്ചു നിൽക്കാറില്ല. അതെ, ഇത് ഡയമണ്ട് തന്നെയാ. അടിപൊളി, എനിക്ക് കിട്ടി. എന്താ ഇത്രയധികോ? പുല്ലുകൾ പോലെ ഡയമണ്ട് മുളച്ചിരിക്കുക. ഞങ്ങളുടെ ഗ്രഹത്തിലെ പുല്ല് ഇത് തന്നെയാണ് സുഹൃത്തെ. എനിക്കെന്തായാലും ഈ പുല്ല് വേണ്ട. പുല്ല് അണിയിക്കാൻ എന്നെ കിട്ടില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഉയ്ഷ്. ആരോ എന്നെ തല്ലുന്നുണ്ട്. ആരാണെങ്കിലും പുറത്തു വാ. എന്റെ പോപ്പട്ടെ, നമ്മുടെ അടുത്ത് ആരും തന്നെ ഇല്ലല്ലോ. എടാ, ആരോ എന്റെ കവളത്ത് അടിച്ചു. മനസ്സിലായോ നിനക്ക്? പൂ തന്നെയാണ്. ഞങ്ങളുടെ ഗ്രഹത്തില് പൂ പറിക്കുന്നത് കുറ്റമാണ്. പക്ഷെ ഇവിടെ എങ്ങും ബോർഡ് വച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ബോർഡൊന്നും വെക്കാറില്ല. പൂ പറിക്കാൻ പോയാൽ അത് തന്നെ രണ്ടെണ്ണം കൊടുക്കും. വല്ലാത്ത ഗ്രഹം തന്നെ. പൂ തന്നെ അടി കൊടുക്കുന്നു. പുല്ലിന് പകരം ഡയമണ്ട് മുളച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ ഗൃഹം നല്ലൊരു ഗൃഹമായിരുന്നു. ദോസോങ് വന്നതിന് ശേഷം ജീവിതം ദുരിതമായി മാറി.
എടാ ബോട്ട് ഓഫ് ചെയ്തിട്ടാ ഓടിക്കോ. ഓട് ഓട് വേഗം ഓട്. അവരെന്തിനാ ഓടുന്നേ? ദോസോങ്ങിന്റെ സഖാക്കൾ വരികയാണ്. ഒരു വേഗം എടുത്ത് പോവാം. എടാ ഇവന്റെ അടുത്ത് രക്ഷിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ എടോ, ദോജോങ്ങിന്റെ ആൾക്കാർ ഇത്ര വലുതാണെങ്കിൽ ദോജോങ് എത്രമാത്രം വലുതായിരിക്കും? നിന്നോട് ഞാനൊരു സത്യം പറയാം. ഇവനിൽ നിന്ന് ഞങ്ങളെയാണ് രക്ഷിച്ചെടുക്കേണ്ടത്. സംശയമുണ്ടോ? താഴെ വെച്ച് പറഞ്ഞോടായിരുന്നോ ഇയാൾ എത്ര വലുതാന്ന്? ഇവരെങ്ങനെ ജയിക്കാൻ പറ്റും? നിങ്ങൾ പോപ്പോ ചീച്ചിയാണ്. ദേ നോക്കൂ നിങ്ങളുടെ ശില്പം. മുമ്പൊരിക്കൽ നിങ്ങൾ വേറൊരു ഏലിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഇപ്രാവശ്യം നിങ്ങൾ 4 പേരുണ്ടല്ലോ. ഇപ്രാവശ്യം ശില്പത്തിന് പകരം 4 പേർക്കും കൂടെ കല്ലറ കെട്ടേണ്ടി വരും. ദേ നോക്ക്, ദോസോങ്ങിന്റെ മറ്റൊരാളാ. ഇവൻ ഭയങ്കര അപകടകാരിയാ. എടാ, അന്യഗ്രഹത്തിലെ ചതിയാ. ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കുവാണല്ലോ. മൊത്തം എത്ര പേരുണ്ടെന്ന് പറ. എടാ, ഇവന്മാരിൽ എവിടേക്കാടാ പോയത്? ഉയ്ഷ്, വാ നമുക്ക് ഇതിലേ പോകാം. വേണ്ട വേണ്ട, അവിടെ വഴി അത്ര ശരിയല്ല. നമുക്ക് ഈ വഴിയിലൂടെ പോവാം. അല്ല, ഇത് എവിടെയാ? നമ്മൾ എവിടെയാ എത്തിച്ചേർന്നത്? ഉയ്ഷ്, വാ നമുക്ക് അകത്ത് പോയി നോക്കാം. വീർ പോപ്പോ, വീർ ചേച്ചി. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വീരപോപ്പോയും വീരചേച്ചി വന്നിട്ടുണ്ട്. നമ്മളെ രക്ഷിക്കാനായിട്ട് വീരപോപ്പോയും വീരചേച്ചി വന്നിട്ടുണ്ട്. എല്ലാരും വേഗം വാ, പോപ്പോയും ചേച്ചിയും വന്നിട്ടുണ്ട്. എല്ലാരും വന്ന് നോക്ക്, വീരപോപ്പോയും വീരചേച്ചി വന്നിട്ടുണ്ട്. അടിപൊളി, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നു. കണ്ടിട്ട് വായിൽ വെള്ളം ഊറുവാ. എനിക്ക് വല്ലാത്തൊരു വിശപ്പ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. എത്ര നല്ല ആഹാരമാണ്. ശരീരം മുഴുവനും വല്ലാത്തൊരു വേദന. ഇവർ പോപ്പോ ചേച്ചിയുടെ കൂട്ടുകാരാണ്. നമ്മൾ ഇവർക്ക് സേവ ചെയ്യണം. അടിപൊളി, നല്ല വീട് തന്നെയാണ്. നിങ്ങളുടെ വീടായിട്ട് കരുതിയാ മതി. എടാ കൊച്ചളിയ, ഈ ഗ്രഹത്തിൽ നമുക്ക് വീടുണ്ട്, പക്ഷെ നമ്മൾ അത് അറിഞ്ഞില്ല. എടാ, ഇത് നമ്മുടെ വീടല്ല. സംശയമുണ്ടോ? ഇവര് പറഞ്ഞത് കേട്ടില്ലേ, നമ്മുടെ വീടായിട്ട് കരുതിയാ മതിയെന്ന്. സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞതാ. നമ്മുടെ വീട്ടിലേക്ക് ഗന്നാസാറ് വരുന്ന സമയത്തൊക്കെ
ഇത് നിങ്ങളുടെ വീടാണെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ലല്ലോ. നമ്മൾ മേഡത്തിന്റെ വീടാണെന്നല്ലേ പറയാറുള്ളത്. മണ്ട, അന്യഗ്രഹത്തിൽ വന്നിട്ട് നിന്റെ മണ്ടത്തരം മാത്രം മാറുന്നില്ലല്ലോ. അല്ല, ഈ വീട് ആരുടെയാ? ഈ വീട് ദോജോടെയാണ്. എടാ, നമ്മുടെ രക്ഷയ്ക്കായിട്ട് ശത്രുവിന്റെ വീട്ടിലാ വന്നിരിക്കുന്നേ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളെ ഇവിടെ കണ്ടതിൽ സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടല്ലേ? എങ്കിൽ നിങ്ങൾ സന്തോഷിച്ച് ഇവിടെ തന്നെ നിക്ക്. ഞങ്ങൾ പോയിട്ട് വരാം. ബൈ ബൈ. നോക്കി നിൽക്കാതെ പിടിക്കുമാരെ. നിക്ക് ഓടരുത്. നിക്ക് പറഞ്ഞ കേക്ക്. നിക്ക് നിക്ക്. വേഗം തന്നെ വാതിലുകൾ അടയ്ക്ക. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്തൊരുന്നമാണ്. ആരെയും വിടരുത്. വേഗം പിടിക്കേ. വേഗം പിടിക്കേ. വേഗം. ഞങ്ങൾ പിടിച്ചു. ഇവരെ ഇനി എന്താണ് ചെയ്യേണ്ടത്? ദോജോങ് ഇഷ്ടപ്പെടില്ല സോങ്. പക്ഷെ ഞങ്ങൾക്ക് സോങ് വളരെ ഇഷ്ടാ, അല്ലേ കൊച്ചളിയ? എടാ, അതവന്റെ പഞ്ച് ഡയലോഗാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. എനിക്കും അങ്ങനെ തന്നെയാണ്. മുളകെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമേ അല്ല. പക്ഷെ എനിക്ക് പച്ചമുളക് വലിയ ഇഷ്ടമാണ്. ബോസ്, ഇവരെ എന്താണ് ചെയ്യേണ്ടത്? വേറെന്ത് ചെയ്യാൻ? ഇവരെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കൂ. പറഞ്ഞത് ശരി തന്നെയാ. യവന്മാരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി ആ വട്ടൻ ജോജോയുടെ കൂടെ താമസിപ്പിക്കാം. അതാണ് നല്ലത്. വട്ട് പിടിച്ച ആ ജോജോയുടെ കൂടെ താമസിപ്പിക്കുന്ന അത്ര ശരിയാണോ? തീർച്ചയായും നമ്മുടെ എല്ലാ ശത്രുക്കളും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത് വലിയ സുരക്ഷ തന്നെയാണ്. സ്മാർട്ട് മൈസെൽ. ഇതെന്താ? എന്താടാ അത്? എന്ത് ജീവി അത്? എനിക്ക് പേടിയാവുന്നു.
ഹണി? അവൻ എന്നെ തല്ലിയത്. വെൽക്കം വെൽക്കം. അല്ല ഇതാരാ? ആരാ ഇത്? വ്യത്യസ്തമായ ഈ പ്രാണി. അങ്ങ് ആരാണ് സാർ? ഇത് ജോജോ ആണ്, ജോജോ. അതെയോ? പക്ഷെ ഇദ്ദേഹത്തെ കാണാൻ തവളയെ പോലെയുണ്ട്. അടിപൊളി, കലക്കി. നീ പോപ്പോ ചീച്ചിയെ കൊണ്ടുവന്നു അല്ലേ? ഞാൻ തവളയൊന്നുമല്ല. വെൽക്കം ടു മൈ ലബോറട്ടറി. എടാ, ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ ഞങ്ങളെ വിട്ടിട്ട് ഓടിയല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിനക്ക് രണ്ട് തന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. അയ്യോ വേണ്ട വേണ്ട, എന്നെ ചെയ്യരുതേ, വേണ്ട, എന്നെ വിട്ടേക്ക്. എടാ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. ഓടി ഒന്ന് രക്ഷിക്കേ. എങ്ങനെ സഹായിക്കണം എന്ന് പറയണ്ടേ കൊച്ചളിയ? ആദ്യം സഹായിക്കണം എന്ന് പറഞ്ഞാലേ സഹായിക്കാൻ പറ്റൂ. എടാ, അവൻ നമ്മളോടാണ് ഇപ്പൊ സഹായം ചോദിക്കുന്നത്. അടിച്ചു പൊളിച്ചു തിമിർത്തു. മാജിക്കൽ സ്ലേറ്റ്. അല്ല, മാഗ്നറ്റിക് സ്ലേറ്റ്. ജോജോ ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. പക്ഷെ കാണാൻ ഇത്തിരിയല്ലേ ഉള്ളൂ. ഞാൻ സൈസിനെ കുറിച്ചല്ല, ടാലന്റിന്റെ കാര്യമാ പറഞ്ഞേ. ആ ദോജോങ്ങും അവന്റെ ആൾക്കാരും എന്നെ എന്റെ ലബോറട്ടറിയിൽ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ്. അവരെ തകർക്കാനായിട്ട് എന്ത് വേണേ ചെയ്യും. ഇവന്മാർ ഞങ്ങളുടെ ഗ്രഹത്തിൽ എങ്ങനെ എത്തിയെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളെ അടിമയാക്കി വെച്ചിരിക്കുക. ഇവിടെയുള്ളത് പാവപ്പെട്ട കുറച്ച് ജീവികൾ മാത്രമാണ്. അവർക്ക് ആരോടും യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് ഇവനെ അയച്ച് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവനെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല സാർ. ഞങ്ങളെ വീണ്ടും ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന് വിടണം സാർ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമേ ഇല്ല. എന്റെ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. ആ കണ്ടുപിടുത്തങ്ങൾ വച്ച് നിങ്ങൾക്ക് ദോജോങ്ങിനെ തോൽപ്പിക്കാൻ സാധിക്കും. അതെ, ദൗത്യം കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ ഹീറോ ആയി തീരും. ആ, എന്നിട്ട് ഞങ്ങളുടെ ശില്പവും ആ മലമുകളിൽ വയ്ക്കും. ചീച്ചി പോപ്പോയെ പോലെ. സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലടാ, ഇത് ഞാൻ എപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്നതാ. പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് എത്തിക്കേ. എടാ പോപ്പട്ടെ, ഇവരുടെ സ്നേഹം എന്താന്ന് നീ കണ്ടില്ലേ? നമുക്ക് ഇവരെ എന്തായാലും സഹായിച്ചാ മതിയാകൂ. ആ ആ, അതൊക്കെ പിന്നെ. ആദ്യം എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിക്കണം. ഇത് കഴിച്ചോ? അടിപൊളി ഗുളികയാ, വയറ് നിറഞ്ഞു. ജോജോയുടെ കയ്യിൽ ഇതുപോലത്തെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. അദ്ദേഹം നമ്മെ സഹായിക്കും. അവന്മാരെ തകർക്കാൻ നമുക്കൊരു പദ്ധതി ഉണ്ടാക്കണം. ദോജോങ് കേൾക്കില്ല സോങ്. എപ്പോഴും ഇങ്ങനെ വെറുതെ തിന്നോണ്ടിരുന്നാ മതിയോ? ഒന്ന് ചിന്തിക്കാൻ നോക്ക്. ആ 4 പേരും എങ്ങനെയാണ് ഈ ഗ്രഹത്തിൽ വന്നത്? നമ്മൾ എങ്ങനെ വന്നു അതുപോലെ തന്നെ ആ എടാ, നമ്മൾ UFO വഴിയാണ് വന്നത്. പക്ഷെ ഇവരുടെ UFO എവിടെ? കഴിച്ചിട്ട് പോയി അന്വേഷിക്കാം. ഇതുപോലെ അന്യഗ്രഹത്തിലുള്ളവർ ഇവിടേക്ക് വരികയാണെങ്കിൽ അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ ഗ്രഹത്തിൽ മറ്റുള്ളവർ വരുന്നത് തടയണം. അങ്ങനെ വരുന്നവരെ ഈ ദോജോങ് ജീവനോട് വെച്ചേക്കില്ല. എന്താ പ്രശ്നം ഇപ്പോ? ഇത്രയും വലിയ ഗ്രഹമല്ലേ, അവരും ജീവിച്ചു പോട്ടെ. ആ പമ്പര വിഡ്ഢി, ഇവർക്ക് ഞാനിപ്പോൾ രാജാവാണ്. രാജാവ് ഒരു ഗ്രഹത്തിൽ ഒരേ ഒരു രാജാവ് മാത്രമേ പാടുള്ളൂ. ഓ, അത് ഞങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, വന്നവരും ഇക്കാര്യം അറിയണം. ദോജോവിന്റെ ശക്തി അവർ അറിയണം.
എനിക്കൊരു കാര്യം അറിയണം. എനിക്കിതുവരെ ആപ്പിൾ ജ്യൂസ് തന്നില്ല. എപ്പോഴും തിന്നുന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഈ പോക്ക് പോയാൽ നിന്റെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞെടുക്കും. വെറുതെ ടെൻഷൻ അടിക്കണ്ട ദോജോങ്. ആ 4 പേരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. സൂക്ഷിക്കണം, അവന്മാർ അവിടെ നിന്നും രക്ഷപ്പെടാൻ പാടില്ല. ടെൻഷൻ അടിക്കണ്ട, അവന്മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവിടെ എന്താ നിന്റെ മുത്തച്ഛൻ താമസിക്കുന്നുണ്ടോ? അതല്ല, വെളിയിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടല്ലോ. അത് പൊട്ടിച്ച് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. പുറത്ത് ചാടിയാലും അവന്മാർ ഇവിടം വിട്ട് എങ്ങോട്ട് പോകും? ഇവിടെയുള്ള എല്ലാവർക്കും നമ്മെ പേടിയാ. ഉടൻ തന്നെ അവർ നമുക്ക് സന്ദേശം അയക്കും. എന്നാലും അവന്മാരുടെ മേൽ ഒരു കണ്ണ് വേണം. അവർക്ക് പറഞ്ഞു കൊടുക്ക് ഈ ദോജോങ് അപകടകാരിയാണെന്ന്. ജ്യൂസ് കൊണ്ടുവാ. സില്ലി ബോയ്സ്, ഒരെണ്ണം മതി എനിക്ക്. ഗെറ്റ് ലോസ്റ്റ്. ഇവരൊരു പദ്ധതി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വല്ലാതെ ബോറടിക്കുന്നു. ഒരു നടത്തം നടന്നിട്ട് വരാം. വാ, ഈ ലാബ് എന്തായാലും അടിപൊളി തന്നെയാ. എന്തൊരു കണ്ണാടിയാ എന്റെ അമ്മച്ചി. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഒരു ഗുളിക എടുത്തങ്ങ് കഴിച്ചേക്കാം. ഒരു പക്ഷേ ഞാൻ ബലിയാടായിട്ട് മാറിയാലോ? അല്ലെങ്കിൽ ഒരു പക്ഷേ എലി, ഒരു പക്ഷേ മീനായിട്ട് മാറിയാലോ? എന്റെ അമ്മച്ചി, എന്നെ വിട്ടേക്ക്. എനിക്ക് വേണ്ട, ഇത് വേണ്ട. സമയം ഇത്ര ആയില്ലേ? ഇതുവരെ പ്ലാൻ ഒന്നും കിട്ടിയില്ലേ? എടാ, ഒന്ന് വെറുതെ ഇരിക്കേ. പ്ലാൻ ചെയ്യാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. ശരി. എത്ര മണിക്കൂർ ആവുമെന്ന് പറയാമോ? ഗുളിക കൊള്ളാം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇത് കഴിക്കേ. ഇവൻ എന്താ പറ്റിയത്? ഇത് ശബ്ദിക്കാതിരിക്കാനുള്ള ഗുളികയാണ്. അരമണിക്കൂർ നേരത്തേക്ക് ഇവനെ കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. ജോജോ, നീയാണ് യഥാർത്ഥ സയന്റിസ്റ്റ്. അതൊക്കെ പോട്ടെ, പ്ലാൻ എന്താണെന്ന് പറ. എടാ നോക്ക്, നമ്മൾ 5 പേരെ കൊണ്ട് അവനെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഈ ഗ്രഹത്തിലുള്ളവർ നമ്മളെ സഹായിച്ചാൽ മതിയാകൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അവരെ ജയിക്കാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള എല്ലാവരും തന്നെ അവനെ ഒരുപാട് ഭയക്കുന്നുണ്ട്. ആ ഭയത്തെ നമ്മൾ മാറ്റിയെടുക്കണം സർ. ജോജോ നേരത്തെ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വട്ടനാക്കി ഇവിടെ അടച്ചിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, നമുക്കൊന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടാറില്ല. സംശയമുണ്ടോ? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യണം. പിന്നെ ഒരു കാര്യം, മേഡം നമ്മളെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. അതെ, രാത്രി മുഴുവൻ നമ്മളെ വീട്ടിലേക്ക് പോയേ ഇല്ല. നമ്മുടെ ആഹാരമൊക്കെ അവർ ആർക്ക് കൊടുത്തോ എന്തോ. ഇവന്റെ കാര്യത്തിൽ സയൻസ് പോലും തോറ്റുപോയിരിക്കുകയാണ്. സംസാരിച്ച് മനുഷ്യനെ കൊല്ലുക ഇവൻ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മാഡം ഒരുപാട് വിഷമിച്ചിരിപ്പുണ്ടാവും. സംശയമുണ്ടോ? പൊന്നോണം വരുന്നതിന് 10 ദിവസം മുമ്പേ വരും അത്തം. ഇൻസ്പെക്ടർ പാണ്ഡ വന്നിട്ടുണ്ടെങ്കിൽ മോഷണം പോയിട്ടുണ്ടെന്നല്ലേ അർത്ഥം? കൈയടിക്കേ. മോഷണമൊന്നും പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഡ്യൂട്ടി നോക്കാതെ ഇവിടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാ? കണ്ണ സർ, എന്റെ പെറ്റ്സിനെ കാണാതെ ആയിരിക്കാണ്. അത് ശരി, എവിടെയാ വെച്ചത്? പെറ്റ്സ് സാധനങ്ങളല്ല, എവിടെയെങ്കിലും കൊണ്ടൊന്ന് വെക്കാനായിട്ട്. രാത്രി മുതൽ അവരെ കാണാനില്ല. എവിടെ പോയിന്ന് ഒരു പിടിയില്ല. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകില്ല. ഇൻസ്പെക്ടർ പാണ്ഡ വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ പെറ്റ്സിനെ കൊണ്ടുവരാനാകില്ല. കൈയടിക്ക. ഞാൻ വെറുതെ ഇരിക്കുന്ന ആളല്ല, ഞാൻ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ച് ആ പെറ്റ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിഭയങ്കരമായ മഴ പെയ്യുന്നു, എനിക്ക് പേടിയാകുന്നു. വെറുതെ പേടിക്കണ്ട, അവർ തീർച്ചയായിട്ടും തിരിച്ചെത്തും.
മാങ്ങ കണ്ടാൽ കുട്ടികൾ മാവിൽ കയറി പറിക്കും. ഉടൻ തന്നെ നിങ്ങളുടെ പെറ്റ്സ് നിങ്ങളുടെ മടിയിൽ വന്ന് ഇരിക്കും. കൈയടിക്ക. താങ്ക് യു. ഞാൻ പോയി കിറ്റിയോട് കാര്യം പറയാം. അവൾക്ക് ചിലപ്പോൾ സഹായിക്കാനാകും. നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല മാഡം. അവരെവിടെയാണെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ചിങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ ആകെ വിഷമത്തിലായിരിക്കുകയാണ്. ഇവർ 4 പേരും എവിടെ പോയിന്ന് ഒരു പിടിയില്ലല്ലോ. ഇതിഹാസം സൃഷ്ടിക്കണം. നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണം. അതെ, ഈ ഇതിഹാസം ആരാ? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദോജോങ്ങിന്റെ പക്കൽ നിന്നും സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യണം. സംശയമുണ്ടോ? ഇതാ ഇവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പറയൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടോ? ധൈര്യമായിട്ട് പറയൂ, വിജയഗാനം പാടൂ. എടാ, ഇവിടെ വീര പോപ്പോയും വീര ചീച്ചിയും നമ്മോടൊപ്പം തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇവർക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പറ്റൂ. ഇപ്രാവശ്യം ഇദ്ദേഹം നിങ്ങളെ കൂടെ ഉണ്ടാകും. പേടിക്കണ്ട, വേഗം പാടൂ. സിംഗ് എ സോങ്, സിംഗ് എ സോങ്. എന്താ കാര്യം? അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം. ദോജോങ്ങിന് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങള് കേക്കില്ല. കൊച്ചളിയ, കള്ളം പറയല്ലേ. നീ നന്നായിട്ട് പാടുമല്ലോ. ഞങ്ങളുടെ നാട്ടില് ഇവിടെയല്ല, ഞങ്ങളുടെ നാട്ടിലെ പാടൂ. ദോജോങ്ങിന് സോങ് എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. അത് ശരി, യുവന്മാരിവിടെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഈ ജോജോ എങ്ങനെയാ പുറത്തു വന്നത്? ഇവര് മണ്ടന്മാരെന്നതിൽ സംശയമില്ല. തുരങ്കം തോണ്ടി വച്ചിരിക്കുന്നത് പോലും ഇതുവരെ ഇവരറിഞ്ഞിട്ടേ ഇല്ല. പിട്ടു ബന്നി, ഈ ഗ്രഹവാസികൾ നമ്മെ സഹായിക്കാൻ തയ്യാറല്ല. ഇവരെ സഹായമില്ലാതെ നമുക്ക് ഇവരെ വിജയിക്കാൻ കഴിയില്ല. ഇല്ല, എന്ത് സംഭവിച്ചാലും നമ്മൾ തന്നെ വിജയിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം അടിമ ജീവിതമായി മാറും. ആരും ആലോചിച്ചു പോലും നോക്കാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതെ, എന്തു ആലോചിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും. പേടിക്കേണ്ട സുഹൃത്തുക്കളെ, വീര പോപ്പോയും വീര ചീച്ചിയും നമ്മോടൊപ്പം ഉണ്ടല്ലോ. ഞങ്ങൾ ആരെയും പേടിക്കില്ല. സംശയമുണ്ടോ? അത് ശരി, എങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പാട്. ദോജോങ്ങിന് സോങ് എന്ന് വെച്ചാൽ ഇഷ്ടമല്ല.
ഇനി ഒരു കൈ നോക്കാം. വാ. ആ ഇനി ദോസോങ്ങിന് മറുപടി കൊടുക്കാം. ആ മറുപടി മറക്കാൻ പറ്റാത്ത മറുപടി ആയിരിക്കണം. നിന്നെ ആര് രക്ഷിക്കോ? എടോ എടോ എന്റെ വയറ് വലുതായിക്കൊണ്ടിരിക്കുക. എടോ നീ എന്താണ് ഈ ചെയ്തത്? ഇത് വയറ് വലുതാകുന്ന ഗുളികയാ. ഇതോടെ നിന്റെ പണി തീരും. വാവ് ജോജോ, നിന്റെ കണ്ടുപിടുത്തം അടിപൊളിയാട്ടോ. ഓടിക്കോ ഓടിക്കോ, ഒന്ന് വേഗം ഓട്. ഓടിക്കോ ഓടിക്കോ, വേഗം ഓടിക്കോ. നീ കത്തുന്നു. നീ കത്തുന്നു. ഓടിക്കോ ഓടിക്കോ. ഓടിക്കോ. ഇത് നെൽക്കലക്കി. എടാ ജോജോ, ഈ പുകച്ചൽ മാറാനുള്ള ഗുളികതാ. പുകച്ചലിനുള്ള ഗുളികയോ? ഇതുവരെ ഞാൻ അത് കണ്ടുപിടിച്ചിട്ടില്ല. ഇവരെ UFO-ലിട്ട് ഈ ഗ്രഹത്തിന്റെ വെളിയിലേക്ക് അയക്ക്. ആ പാട്ട് വെച്ചു കൊടുക്കാൻ മറക്കല്ലേ. ദോജോങ്ങിന് സോങ് എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. ഇനി മുതൽ നിങ്ങൾ ഞങ്ങളുടെ രാജാക്കന്മാരാണ്. ഇല്ല കൂട്ടുകാരെ, ഈ ഗ്രഹത്തിലെ രാജാവാകാനുള്ള എല്ലാ യോഗ്യതകളും ജോജോയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല, ഈ ഗ്രഹത്തിൽ ഇനി രാജാക്കന്മാരില്ല. എല്ലാവരും ചങ്ങാതിമാരാണ്. അത് തന്നെയാണ് ബണ്ണിയും പറഞ്ഞത്. ഇവിടെ ഇനി രാജാക്കന്മാരില്ല, ഒറ്റ രാജാവ്, അത് നീ മാത്രം. അദ്ദേഹം പറഞ്ഞത് ആരും രാജാവാകേണ്ട എന്നാണ്. നന്ദി കൂട്ടുകാരെ. നിങ്ങൾ കാരണം ഞങ്ങളുടെ ഗ്രഹത്തിൽ വീണ്ടും സമാധാനം വന്നു. ജോജോ, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം. പക്ഷെ എങ്ങനെയാണ് നമ്മൾ പോവുക? ഉണ്ടായിരുന്ന UFO-യില് നമ്മൾ അവർ 3 പേരെയും പറഞ്ഞയച്ചില്ലേ? ജോജോയുടെ കയ്യിൽ വേറെയും UFO ഉണ്ട്. പരീക്ഷയിൽ തോറ്റാൽ തോറ്റോടിയായി. എന്റെ കയ്യിലുണ്ടായിരുന്ന ആപ്പിൾ അത് എവിടെ പോയി? കൈയടിക്കേ. അല്ല ഇതെന്താ? ഓണസദ്യ കഴിഞ്ഞാൽ എല്ലാവർക്കും വല്ലാത്തൊരു ഉറക്കം. ഇവർക്കെന്താണ് UFO-യിൽ ഒരു കറക്കം?
കൈയടിക്കേ. എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് കണ്ണ സാർ? മഴ കഴിഞ്ഞാൽ ഉടനെ മഴവില്ലുണ്ടാകുന്നത് എങ്ങനെ? ഇവർ നാലും UFOയിൽ വന്നിറങ്ങിയത് എങ്ങനെ? കൈയടിക്കേ. എവിടെ പോയി UFO? രാത്രി മുഴുവൻ നിങ്ങൾ 4 പേരും എങ്ങോട്ടാണ് പോയത്? മാഡം, ഞങ്ങൾ മഴയിൽ കുടുങ്ങിപ്പോയതാ. നിങ്ങളെ കാണാതെ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയാവോ? മഴയത്ത് പുറത്തു പോകരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് പോയത് ഗ്രഹത്തിന്ന് പുറത്താ. നീ എന്താ പറഞ്ഞേ? ഗ്രഹത്തിന്ന് നല്ല മലയാളത്തിൽ വീടിനെ ഗ്രഹം എന്നല്ലേ പറയുന്നത്? ഗ്രഹം, ഹോം, വീട്, ഗ്രഹ, വീട്. തെറ്റാണോ? അല്ലേ? ശരിയല്ലേ? അതെ, ഹണി ഇപ്പൊ ശുദ്ധ മലയാളം പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു മാഡം, വിനോദസഞ്ചാരികളെല്ലാം ഹൗസ് ബോട്ടിൽ പോകുന്നു. UFO ഞാൻ കണ്ടതാ. ഇവർ നിങ്ങളെ പറ്റിക്കാൻ നോക്കുന്നു. കൈയടിക്കേ. സാറ് മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഞാൻ ഭ്രാന്താശുപത്രിയിലേക്ക് ഫോൺ ചെയ്യേണ്ടി വരും. ഉള്ളതാണോ? അയ്യോ. ഓക്കേ. ബൈ ബൈ.